Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, The Conjurer's Revenge by Stephen Butler Leacock, FAUGP, Semester 4, SCC Literature, Calcutta University. Summary of The Conjurer's Revenge. The Conjurer's Revenge is a humorous short story about a magician who cleverly teaches a lesson to a rude audience member who tries to spoil his performance. ഇതൊരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ചെറുകഥയാണ്. ഹാസ്യം നിറഞ്ഞിട്ടുള്ള ഒരു ചെറുകഥയാണ്. ഒരു മജീഷ്യൻ്റെ പരിപാടി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു അസഭ്യനായിട്ടുള്ള പ്രേക്ഷകനെ അദ്ദേഹം ബുദ്ധിപൂർവ്വം പഠിപ്പിക്കുന്ന പാഠമാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. The story takes place in a theater where a conjurer, magician, is performing magic tricks before a large audience. അപ്പോൾ ഈ കഥ നടക്കുന്നത് ഒരു തിയേറ്ററിലാണ്, ഒരു നാടകശാലയിലാണ്. അവിടെ ഒരു കഞ്ചുറർ, ഒരു മജീഷ്യൻ വലിയൊരു പ്രേക്ഷകർക്ക് മുന്നിൽ മാജിക് കാണിക്കുകയാണ്. At the beginning of the show, the magician performs a trick in which he takes a bowl of goldfish from an apparently empty cloth. The audience is amazed and begins to praise the trick. However, a man sitting in the front row, known as the Cookman, starts whispering loudly to people near him that he knows how to trick is done. He claims that the magician hides everything up his sleeve. Soon, the audience begins repeating the same explanation. അപ്പോൾ മാജിക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാജിക് തുടങ്ങുന്ന ആ ഒരു സമയത്ത്, പരിപാടിയുടെ തുടക്കത്തിൽ, മജീഷ്യൻ ഒരു ഒഴിഞ്ഞ തുണിയിൽ നിന്ന് ഒരു ഗോൾഡ് ഫിഷ് നിറഞ്ഞ ഒരു പാത്രം പുറത്തെടുക്കുന്ന ട്രിക്ക് കാണിക്കുന്നു. പ്രേക്ഷകർ ഇത് കണ്ട സമയത്ത് വളരെയധികം ആശ്ചര്യപ്പെടുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ ഒരു പ്രേക്ഷകരുടെ മുൻനിരയിൽ ഇരിക്കുന്ന ഒരാൾ, കിക്ക്മാൻ ആണ് അയാളുടെ പേര്. അയാൾ അടുത്തിരിക്കുന്ന ആളുകളോട് മാജിക്കിൻ്റെ രഹസ്യം തനിക്ക് അറിയാമെന്ന് പറയാൻ തുടങ്ങുന്നു. അയാൾ പറയുന്നു മജീഷ്യൻ്റെ എല്ലാം അയാളുടെ സ്ലീവിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. അയാൾ കാണിക്കുന്ന ട്രിക്കുകളൊക്കെ അയാളുടെ സ്ലീവിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. അങ്ങനെ അയാൾ അത് പറയുന്ന സമയത്ത് അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് അത് വിശ്വസിക്കുന്നു. അവരും അത് ആവർത്തിച്ച് പറയുന്നു. The magician then performs another trick with the famous Hindostani rings, which appears to be separate but joined together when stuck. അങ്ങനെ ശേഷം മജീഷ്യന് ഹിന്ദുസ്ഥാനി റിങ്സ് എന്ന പ്രശസ്തമായിട്ടുള്ള ഒരു ട്രിക്ക് കാണിക്കുകയാണ്. വേർതിരിച്ചിരിക്കുന്ന വളകൾ ഒറ്റയടിക്ക് തമ്മിൽ ചേർന്ന് പോകുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ട്രിക്കാണിത്. But the cookman again whispers that the magician must have hidden the rings up his sleeve. Because of this constant interruption, the audience starts believing the cookman instead of enjoying the tricks. വീണ്ടും ആ ഒരു കുക്ക്മാൻ പറയാണ് ഇതും അയാളുടെ സ്ലീവിന് അകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, അങ്ങനെയാണ് അയാളിത് ചെയ്യുന്നത്. അത് കേട്ടിട്ട് ഓഡിയൻസ് അത് വിശ്വസിച്ച് അവരും അത് ആവർത്തിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇതോടെ കൂടെ ആളുകൾക്ക് മാജിക്കിലുള്ള വിശ്വാസം കുറയാൻ തുടങ്ങി ഇത് കേട്ട സമയത്ത്. The magician then performs an egg trick. He asks a gentleman in the audience to lend him his hat. The conjurer then takes many eggs out of the hat. At first, the audience is amazed, but once again the cookman whispers that the magician must have hidden hands up his sleeve. അതിനുശേഷം മജീഷ്യൻ മുട്ടകളുടെ ഒരു ട്രിക്ക് കാണിക്കുകയാണ്. ഒരു പ്രേക്ഷകനോട് തൻ്റെ തൊപ്പി നൽകാൻ പറയുന്നു. തുടർന്ന് അതിൽ നിന്ന് നിരവധി മുട്ടകൾ പുറത്തെടുക്കുന്നു. ആദ്യം ഇത് ഓഡിയൻസിൻ്റെ ഇടയിൽ വളരെ ആശ്ചര്യം ഉണ്ടാക്കി. പക്ഷേ കിക്ക്മാന് വീണ്ടും പറഞ്ഞു മജീഷ്യൻ്റെ സ്ലീവിനകത്ത് കോഴികളെ ഒളിപ്പിച്ചിരിക്കണം എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ ട്രിക്കിൻ്റെ ആ ഒരു അതായത് ആ ഒരു അത്ഭുതം ഇല്ലാതാകുന്നു എന്നാണ് പറയുന്നത്. ദിസ് comment spreads through the crowd and ruins the effect of the trick. The magician realizes that his performance is being spoiled and that the audience is losing faith in him. അങ്ങനെ ഓഡിയൻസിൻ്റെ ഇടയിൽ ആ വിശ്വാസം വീണ്ടും നഷ്ടപ്പെടുകയാണ്. അങ്ങനെ മജീഷ്യൻ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഇയാളിങ്ങനെ പറയുന്നതിലൂടെ തൻ്റെ ഈ ഒരു പെർഫോമൻസൊക്കെ നശിപ്പിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. As the show continues, the magician understands that the cookman believes every trick is done by hiding things in the sleeve. So the conjurer decided to take revenge on him in a clever and humorous way. അങ്ങനെ പ്രദർശനം തുടരുമ്പോൾ കിക്ക്മാനെ എല്ലാ ട്രിക്കുകളും
അയാളുടെ മജിഷ്യൻ്റെ കയ്യിൽ സ്ലീവിനകത്ത് ഒളിപ്പിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു പരത്താണ്. അപ്പോൾ ഇത് തൻ്റെ പെർഫോമൻസൊക്കെ നശിപ്പിക്കാൻ കാരണമാകും എന്ന് മജീഷ്യൻ തിരിച്ചറിയുന്നു. അതിനാൽ ഈ ഒരു ക്വിക്ക്മാനോട് ഒരു രസകരമായിട്ടുള്ള പ്രതികാരം ചെയ്യാൻ മജീഷ്യൻ തീരുമാനിക്കുകയാണ്. For the final part of the performance, the magician announces a special trick. He politely asks the Cookman to lend him his gold watch. When the watch is handed to him, the conjurer places it in a mortar and smashes it with a hammer. അങ്ങനെ പ്രദർശനം തുടരുമ്പോൾ വീണ്ടും മജീഷ്യൻ ഒരു പ്രത്യേക ട്രിക്ക് പ്രഖ്യാപിക്കുന്നുണ്ട്. കിക്ക്മാനോട് തൻ്റെ സ്വർണ്ണ വാച്ച് കൊടുക്കാൻ വിനീതമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. വാച്ച് ലഭിച്ചതിന് ശേഷം അതൊരു പാത്രത്തിൽ വെച്ച് ഒരു ഹാമർ ഉപയോഗിച്ച് തകർക്കുന്നുണ്ട്. ദ ക്യുക്ക്മാൻ വിസ്പേഴ്സ് അഗൈൻ ദാറ്റ് ദ വാച്ച് മസ്റ്റ് ഹാവ് ബീൻ ഹിഡൻ ഓഫ് ദ മജീഷ്യൻ സ്ലീവ്സ്. ആ സമയത്തും കിക്ക്മാൻ പറയുന്നത് ഇത് മജീഷ്യൻ അയാളുടെ സ്ലീവിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും എന്ന് പറയുന്നുണ്ട്. Then the conjurer asks for the Cookman's handkerchief and punches a hole in it. പിന്നീട് മജീഷ്യൻ കിക്ക്മാൻ്റെ ഹാൻഡ് ചോദിക്കുകയാണ്. എന്നിട്ട് അതേ തുളകൾ ഉണ്ടാക്കുകയാണ്. After that he asks for the Cookman's silk hat and crushes it by dancing on it. പിന്നീട് ഈ കിക്ക്മാൻ്റെ സിൽക്ക് ഹാറ്റ് എടുത്തിട്ട് അതിന്മേൽ നൃത്തം ചെയ്ത് അത് നശിപ്പിക്കുന്നുണ്ട്. He also burns the Cookman's celluloid collar and threatens to smash his spectacles with a hammer. The Cookman becomes confused and shocked because his belongings are being destroyed, but he still cannot explain the trick. അങ്ങനെ പിന്നീട് ഈ മജീഷ്യൻ കിക്ക്മാൻ്റെ സെല്ലുലോയിഡ് കോളർ കത്തിക്കുകയും അതിൻ്റെ കണ്ണട ഹാമർ കൊണ്ട് തകർക്കാൻ തയ്യാറാവുകയൊക്കെ ചെയ്യുന്നു. അതിൻ്റെ ഈ ക്വിക്ക്മാൻ തൻ്റെ സാധനങ്ങൾ നശിപ്പിച്ച് പോകുന്നത് കണ്ട ഈ ഒരു ക്വിക്ക്മാന് ആശ്ചര്യപ്പെടുകയും ആശയക്കുഴപ്പത്തിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. Finally, the magician stands before the audience and announces that with the Cookman's permission, he has broken his watch, burned his collar, smashed his spectacles and danced on his hat. അങ്ങനെ അവസാനം മജീഷ്യൻ ഓഡിയൻസിന് മുമ്പിൽ നിൽക്കുകയും കിക്ക്മാൻ്റെ അനുമതിയോട് കൂടി അയാളുടെ വാച്ച് ഞാൻ തകർത്തു, കോളർ കത്തിച്ചു, കണ്ണട തകർത്തു, ഹാറ്റ് നശിപ്പിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നു. He sarcastically asks if the Cookman will allow him to do more things, such as painting green strips on his coat or tying his suspenders in a knot. If not, the performance will end. പിന്നീട് ഈ ഒരു മജീഷ്യൻ ചോദിക്കുകയാണ്, ഇനിയും എന്നെ ക്വിക്ക്മാൻ അനുവദിക്കുകയാണെങ്കിൽ അയാളുടെ കോട്ട് പച്ച വരകളാൽ പെയിൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ സസ്പെൻഡറുകൾ കെട്ടിക്കളയും, അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇനി അനുവദിക്കുമോ എന്ന് ചോദിക്കുന്നു. അയാളുടെ ഒരുപാട് സാധനങ്ങൾ ഇനി ഞാൻ നശിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറയണം. The audience laugh and show ends. The magician has successfully taken revenge on the Cookman for constantly interrupting his tricks and claiming that everything was done up his sleeve. The story ends humorously, showing that the magician has cleverly punished the man who tried to spoil his performance. അങ്ങനെ ഇത് കേട്ട സമയത്ത്, അതായത് അയാൾ നടത്തിയിട്ടുള്ള എല്ലാ ട്രിക്കിലും ഈ കുക്ക്മാന് പറയും അത് അയാളുടെ ട്രിക്കല്ല, അയാൾ അത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അയാളുടെ സ്ലീവിനകത്ത് എന്ന് പറയും. അത് ഈ ഒരു പ്രേക്ഷകരും കേട്ട് വിശ്വസിച്ച് ഇയാൾ കാണിക്കുന്ന പെർഫോമൻസിനൊന്നും ഒരു വിശ്വസ്തത ഉണ്ടാവില്ല. അങ്ങനെ ബുദ്ധിമുട്ടിയ സമയത്താണ് ഈ ക്വിക്ക്മാൻ്റെ കണ്ണടയും അയാളുടെ എല്ലാ വസ്തുക്കളും നശിപ്പിച്ചത്. ആ സമയത്താണ് ക്വിക്ക്മാൻ വളരെ ആശ്ചര്യത്തോടു കൂടി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. അതായത് ഈ സാധനങ്ങളൊന്നും അയാളുടെ സ്ലീവിനകത്ത് ഒളിപ്പിച്ചിട്ടില്ല എന്ന് ക്വിക്ക്മാന് ബോധ്യപ്പെട്ടു. അങ്ങനെ ഈ ഒരു റിവെഞ്ചിന് ശേഷം അവിടുത്തെ ഓഡിയൻസ് എല്ലാവരും ചിരിക്കുകയാണ്. അങ്ങനെ പരിപാടി അവസാനിക്കുന്നുണ്ട്. കിക്ക്മാൻ നിരന്തരം മജീഷ്യനെ തടസ്സപ്പെടുത്തുകയും ഈ ഒരു മജീഷ്യനെ നിരന്തരം ക്വിക്ക്മാന് ശല്യപ്പെടുത്തി എല്ലാ ട്രിക്കും അയാളുടെ കൈക്കകത്ത് അല്ലെങ്കിൽ സ്ലീവിനകത്ത് ഒളിപ്പിച്ച് വെച്ചതാണെന്ന് പറഞ്ഞതിനുള്ള ഒരു പ്രതികാരം വളരെ പരിഹാസ രൂപത്തിൽ രസകരമായ രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.